ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSST ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 1 മൈക്കോളജിയിലെ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഫംഗസുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ താലസിന്റെ സ്ട്രക്ചർ, സെൽവൾ സ്ട്രക്ചർ, ഹെറ്ററോതാലിസം, പാരാസെക്ഷുവാലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ എന്നീ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം ക്ലാസ്സിലേക്ക്. മൈക്കോളജി, ദാറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് ഫംഗൈ. ആൻഡ് ഹു ഈസ് ദ ഫാദർ ഓഫ് മൈക്കോളജി? Per Antonio Michel is considered as the father of mycology in early modern era. ഏർലി മോഡേൺ ഇറയുടെ മൈക്കോളജിയുടെ പിതാവായിട്ട് കണക്കാക്കുന്നത് മൈക്കേലിയാണെങ്കിൽ, എന്നാൽ 19th സെഞ്ചുറിയിലെ മോഡേൺ മൈക്കോളജിയുടെ പിതാവായിട്ട് കണക്കാക്കുന്നത് ഹെൻറിച്ച് ആൻഡ് ഡി ബാരിയാണ്. ആൻഡ് ഫാദർ ഓഫ് മൈക്കോളജി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഫാദർ ഓഫ് മൈക്കോളജി, അതുപോലെ പ്ലാന്റ് പത്തോളജിയുടെയും മൈക്കോളജിയുടെയും പിതാവായിട്ട് ഇന്ത്യയിൽ കണക്കാക്കുന്നത് സർ എഡ്വിൻ ജോൺ ബട്ട്ലർ ആണ്. അദ്ദേഹത്തിനെയാണ് ഇന്ത്യയിലെ മൈക്കോളജിയുടെ പിതാവായിട്ട് കണക്കാക്കുന്നത്. ഫംഗസ് എന്ന ടേം ഉണ്ടായത് ലാറ്റിൻ വേർഡായ ഫംഗർ, ദാറ്റ് മീൻസ് ടു ഫ്ലറിഷ് എന്ന വാക്കിൽ നിന്നാണ് ഫംഗസ് ഉണ്ടായത്. ഫംഗസുകളുടെ സെല്ലുകളുടെ പ്രത്യേകത നമുക്കറിയാം. ഫംഗൽ സെല്ലുലോസ് എന്നറിയപ്പെടുന്ന കൈറ്റിൻ കൊണ്ടാണെങ്കിൽ ചില സ്പീഷീസിന്റെ സെല്ലുലോസും പ്രസന്റ് ആണ്. താലസുകളുടെ പ്രത്യേകത, സം സ്പീഷീസ് ആർ യൂണിസെല്ലുലർ ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ മൾട്ടിസെല്ലുലർ ഓർ ഫിലമെന്റസ് ഫോംസ്. ഫ്ലജെല്ല ഉണ്ട്, ചില ഫോംസിൽ ഫ്ലജെല്ല ഉണ്ടെങ്കിൽ അതിന്റെ ആക്സോണിൻ സെൻട്രൽ കോറിന്റെ പ്രത്യേകത സാധാരണ യൂക്കാലിസിൽ കാണപ്പെടുന്നത് 9+2 അറയിൽ തന്നെയാണ് അതിന്റെ സെൻട്രൽ കോർ കാണപ്പെടുന്നത്. ഫ്ലാജെല്ല ഒന്നെങ്കിൽ വിഫ്ലാഷ് ടൈപ്പോ അല്ലെങ്കിൽ ടിൻസൽ ടൈപ്പോ ആയിരിക്കും. ടിൻസൽ ടൈപ്പ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഫ്ലിമേഴ്സ് ഹെയർസും കൂടെ പ്രസന്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ ഫംഗസുകളിൽ യൂണിസെല്ലർ ആയിട്ടുള്ള താലസുകൾ, അതായത് യൂണിസെല്ലർ ഫംഗസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സക്കാരോമൈസിസ് സെർവീസിയാണ്, ഈസ്റ്റ് ആണ് യൂണിസെല്ലർ ഫംഗസ് എന്ന് അറിയാം. എന്നാൽ അതുപോലെ തന്നെ ഈസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ട ഒരുപാട് ഈസ്റ്റ്, അതായത് ഈസ്റ്റ് പോലത്തെ സ്പീഷീസ് ഉണ്ട്. അവയുടെ പേര് നോക്കാം. ഒന്നാമത്തത് കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ഈസ്റ്റ് സക്കാരോമൈസിസ് സെർവീസിയെ പോലുള്ള സ്പീഷീസുകൾ. നോൺ പത്തോജനിക് ഈസ്റ്റ് ജനീറ, ഈസ്റ്റിന്റെ ജീനസിൽപ്പെട്ട നോൺ പത്തോജനി, അസുഖം പരത്താത്തൊരു ജീനസ് ആണ് സക്കാരോമൈസിസ്. എന്നാൽ മറ്റൊരു സ്പീഷീസ് ആണ് കാൻഡിഡ. കാനഡ എന്ന ജീനസിന്റെ പ്രത്യേകത പത്തോജനിക് ഈസ്റ്റ് ജനറയാണ്. ഈ പത്തോജനിക് ആയിട്ടുള്ള അസുഖകാരികളായിട്ടുള്ള ഈസ്റ്റിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ് കാൻഡിഡ. ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ് എന്ന സ്പീഷീസും പത്തോജനിക് ആയിട്ടുള്ള ഈസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ടതാണ്. മലാസിസിയസ് സ്പീഷീസ്, അതും പത്തോജനിക് ആണ്. പൈക്കിയ പാസ്റ്റോറിസ്, അതുപോലെ റോഡോറ്റോർല, ദെൻ ട്രൈക്കോസ്പോറോൺ, അതുപോലെ ബ്ലാസ്റ്റോമൈസസ്, അതുപോലെ ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയ സ്പീഷീസുകളെല്ലാം തന്നെ യൂണിസെൽ ആയിട്ടുള്ള ഫംഗസുകളാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് പേര് മാത്രം മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ഫംഗസുകളുടെ ഹാബിറ്റാറ്റ് മിക്കതും യുബിക്യൂറ്റസ് ആണ്, ദാറ്റ് മീൻസ് കോസ്മോപൊളിഷൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ ലോകത്തിന്റെ എല്ലായിടത്തും സർവ്വവ്യാപകമായിട്ട് കാണപ്പെടുന്നവരാണ് ഫംഗസുകൾ. മോസ്റ്റ് ഓഫ് ദം ആർ സാപ്രോഫൈറ്റ്സ്, പലതും സാപ്രോഫൈറ്റ്സുകളാണ്. നമുക്ക് അതിന്റെ അർത്ഥം അറിയാം. സം ഓഫ് ദം ആർ പാരസൈറ്റ്സ്, സം ഓഫ് ദം ആർ സിംബയോട്സ്. സിംബയോട്ട് ആയിട്ടും പാരസൈറ്റ് ആയിട്ടും സാപ്രോഫൈറ്റ് ന്യൂട്രീഷനിലും കാണപ്പെടുന്നവരാണ് ഫംഗസുകൾ. ആൻഡ് ഓൾ ഓഫ് ദം ആർ ഹെറ്ററോട്രോപ്സ്. പാരസൈറ്റ് ഫോംസിന്റെ പ്രത്യേകത, സം ഓഫ് ദം ആർ എക്ടോ പാരസൈറ്റ്, ചിലത് എക്ടോ പാരസൈറ്റിക്കും. ആൻഡ് സം ഓഫ് ദം ആർ എൻഡോ പാരസ്, ചിലത് എൻഡോ പാരസൈറ്റുകളായിരിക്കും. പിത്തിയം, ഡീബാരിയാനം, ആസ്റ്റിലാഗോ, റസ്റ്റുകളൊക്കെ എൻഡോ പാരസൈറ്റുകളാണ്. സം ഓഫ് ദം ആർ ഒബ്ലിഗേറ്റ് പാരസ്, ദേ ആർ സ്ട്രിക്ട്ലി പാരസൈറ്റ്, പാരസൈറ്റ് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഫംഗസുകളുണ്ട്. എക്സാമ്പിൾ ഡൗണി, പൾഡ്രി, മൈൽഡ്യൂ പോലുള്ള ഫംഗസുകൾ, ഗ്രൂപ്പിൽപ്പെട്ട ഫംഗസുകളെല്ലാം സ്ട്രിക്ട്ലി പാരസൈറ്റ് മോഡ് ഓഫ് ലൈഫാണ് അവർ കാണിക്കുന്നത്. ഫാക്കൾറ്റേറ്റീവ് സാപ്രോഫൈറ്റ്സ്, ഫാക്കൾറ്റേറ്റീവ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ നോർമലി അവർ പാരസൈറ്റ് ആയിരിക്കും, എന്നാൽ സാപ്രോഫൈറ്റ് ആയിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നവരായിരിക്കും. ഫാക്കൾറ്റേറ്റീവ് പാരസൈറ്റ്, ദാറ്റ് മീൻസ് നോർമലി അവർ സാപ്രോഫൈറ്റ് ആയിരിക്കും, എന്നാൽ ചില കണ്ടീഷനിൽ അവർ പാരസൈറ്റ് ആക്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഫിസാരിയം, ബോട്രിറ്റിസ്, സിനേറിയ തുടങ്ങിയതെല്ലാം നോർമലി സാപ്രോഫൈറ്റ് ആണെങ്കിലും ചില സമയത്ത് അവർ എന്ത് ചെയ്യും, പാരസൈറ്റ് ആക്ട് ചെയ്യാറുണ്ട്. ഒബ്ലിഗേറ്റ് സാപ്രോഫൈറ്റ്, ചിലത് സ്ട്രിക്ട്ലി സാപ്രോഫൈറ്റ്, പാരസൈറ്റിക് മോഡ് ന്യൂട്രീഷൻ കാണിക്കാത്ത, അതായത് ഇൻകേപ്പബിൾ ഓഫ് കോസിംഗ് ഡിസീസ്, അസുഖം പരത്താത്ത, ഇൻഫെക്ഷൻ കാണിക്കാത്ത ഓർഗാനിസംസ് ആണ് ഒബ്ലിഗേറ്റ് സാപ്രോഫൈറ്റ്. പെൻസിലിയം, മ്യൂക്കർ തുടങ്ങിയതെല്ലാം ഒരിക്കലും മറ്റുള്ള പത്തോജനിക് അല്ല. സിംബയോസിസ്, നമുക്കറിയാം മറ്റ് ജീവികളായിട്ട് മ്യൂച്വൽ റിലേഷൻ കാണിക്കുന്ന ഫംഗസുകളുണ്ട്. നെക്സ്റ്റ് ഒന്നാമത് ലൈക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആളുകളും ഫംഗസ് തമ്മിൽ ഇന്ററാക്ഷൻ. മൈക്കോറൈസ, ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടും ഫംഗസ് നമ്മൾ ഇന്ററാക്ഷൻ ആണ്. പൈൻ മരത്തിലൊക്കെ കാണാൻ കഴിയുന്ന മൈക്കോറൈസ, അതൊക്കെ സിംബയോട്ടിന് എക്സാമ്പിൾ ആണ്. മൈക്കോറൈസ ഡിഫറെന്റ് ടൈപ്പിലാകും. എക്ടോ മൈക്കോറൈസ, എൻഡോ മൈക്കോറൈസ, എക്ടോ എൻഡോ മൈക്കോറൈസ. എക്ടോ മൈക്കോറൈസ ഹോസ്റ്റ് ഓർഗാൻസിന്റെ പുറത്തായിട്ടായിരിക്കും മൈക്കോറൈസൽ അസോസിയേഷൻ കാണിക്കുന്നത്.
ഹാർട്ടിക് നെറ്റ് ഓർക്കുക, അതിനകത്ത് ഈ ഹൈഫകളെല്ലാം ചേർന്ന് നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറുന്ന ഒരു ഫിനോമിനാണ് ഹാർട്ടിക് നെറ്റ് എന്ന് പറയുന്നത്. ദെൻ എൻഡോമൈക്കോറൈസ്, നമുക്കറിയാം ഹോസ്റ്റിന്റെ ഉള്ളിലായിരിക്കും ആ മൈക്കോറൈസ് അസോസിയേഷൻ കാണിക്കുന്നത്. രണ്ടും കൂടെ ചേർന്ന് മിക്സ് ആയിട്ട് കാണപ്പെടുന്നതാണ് എക്ടോ എൻഡോ മൈക്കോറൈസ്. താലസ്, താലസ് എന്താണെന്ന് നമുക്കറിയാം, അൺഡിഫറൻഷ്യറ്റഡ് ആയിട്ടുള്ള ബോഡിയുള്ള ഓർഗാനിസംസ് എല്ലാം ആ ഗ്രൂപ്പിൽപ്പെട്ടവരായിരിക്കും. താലോഫൈറ്റയിൽ വരുന്നതായിരിക്കും. ഫംഗസുകൾ ബെസ്റ്റ് എക്സാമ്പിൾ ആയിരിക്കും. വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ താലസ് തന്നെയാണ്. അത് യൂണിസെല്ലുലാർ ആകാം അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആകാം. യൂണിസെല്ലുലാർ താലസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സം ഓഫ് ദം ആർ ഹോളോകാർപ്പിക് ഇൻ നേച്ചർ. ഹോളോകാർപ്പിക് ഫംഗസ് എന്ന് വെച്ചാൽ സാധാരണ അവരുടെ നോർമൽ താലസ് തന്നെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായിട്ട് ആക്ട് ചെയ്യും. രണ്ടും ആക്ട് ചെയ്യുന്നത് ഒരേ താലസ് തന്നെയാണെങ്കിൽ അത്തരം ഫംഗസുകളാണ് ഹോളോകാർപ്പിക് ഫംഗി എന്നറിയപ്പെടുന്നത്. ടൈപ്പ് ഓഫ് ഫംഗസ് വെയർ ദ എൻറ്റയർ ബോഡി ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു സിംഗിൾ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓർ സ്പൊറാഞ്ചിയം അപ്പോൺ മെച്യൂരിറ്റി. മെച്യൂർ ആകുമ്പോൾ അവരുടെ ആ ഒരു താലസ് തന്നെ എന്തായിട്ട് മാറുന്നു? റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ കൈറ്റിഡ്സ് ലൈക്ക് സിൻകൈട്രിയം, ഒൽപീഡിയം. ഇനി പ്ലാസ്മോഡിയം എന്താ? പ്ലാസ്മോഡിയം നമുക്കറിയാം സ്ലൈമോഡ്സിന്റെ പ്രത്യേകത പഠിച്ചതാണ്. നേക്കഡ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് അമീബോയിഡ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം ഒരു അമീബോയിഡ് മാസിലായിട്ട് മൾട്ടി ന്യൂക്ലിയർ കണ്ടീഷനിൽ കാണാൻ കഴിയുന്ന പ്രോട്ടോപ്ലാസം ആണെങ്കിൽ അതിനെയാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. പ്ലാസ്മോഡിഫോറയിൽ ഒന്ന് കാണാൻ കഴിയും. യൂകാർപ്പിക് ഫംഗൈ, അതിന്റെ അർത്ഥം എന്താണ്? ഫംഗസുകൾ രണ്ടു തരം ബോഡി ഉണ്ടാവും. ഒരു വെജിറ്റേറ്റീവ് ബോഡി ഉണ്ടാവും, പിന്നീട് ഒരു ഫ്രൂട്ടിംഗ് ബോഡി, അതായത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ സെപ്പറേറ്റ് ഉണ്ടാകും. അവിടെ നോർമൽ താലസിൽ നിന്നും റീപ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ അത് പ്രത്യേകതരം റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അത്തരം ഫംഗസുകളാണ് യൂകാർപ്പിക് ഫംഗൈ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള താലസുകളും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും കാണപ്പെടുന്നുണ്ട്. അവരുടെ ബോഡിയെ നോർമൽ ബോഡിയെ മൈസീലിയം എന്ന് പറയുന്നു. ആൻഡ് മൈസീലിയം ഈസ് കമ്പോസ്ഡ് ഓഫ് ദ യൂണിസെർക്കാൾഡ് ഹൈഫ. നമുക്കറിയാം നെറ്റ്വർക്ക് ഓഫ് ഹൈഫകൾ ചേർന്നാണ് മൈസീലിയം. ഫംഗസിന്റെ ബോഡിയെ മൈസീലിയം എന്നും അത് നിർമ്മിച്ചിരിക്കുന്ന യൂണിറ്റുകളെ ഹൈഫ എന്നും പറയാം. ഇത് അവരുടെ നോർമൽ ബോഡി. എന്നാൽ റീപ്രൊഡക്റ്റീവ് ഫേസ് വരുമ്പോൾ അതിൽ പുതിയ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതാണ് യൂകാർപ്പിക് ഫംഗൈ. ദെൻ ഹൈഫൈ. ഹൈഫൈ നമ്മൾ പറഞ്ഞു ഫംഗൽ ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് യൂണിറ്റ്സ് ലൈക്ക് കാൾഡ് ഹൈഫൈ. ഹൈഫൈ രണ്ട് തരത്തിലാകാം, സെപ്റ്റേറ്റ് ഓർ അസെപ്റ്റേറ്റ്. നമുക്കറിയാം ഹൈഫയിൽ ക്രോസ് വാൾ സെപ്റ്റം ഉണ്ടെങ്കിൽ അത് സെപ്റ്റേറ്റ് ഹൈഫൈ ആയിരിക്കും, ഇല്ലാത്തത് അസെപ്റ്റേറ്റ് ഹൈഫൈ ആയിരിക്കും. അസെപ്റ്റേറ്റ് ഹൈഫയുടെ പ്രത്യേകത അത് സീനോസൈറ്റിക് കണ്ടീഷനിലായിരിക്കും കൂടുതലും കാണപ്പെടുന്നത്. അതായത് സെപ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ന്യൂക്ലിയസ് ആയിരിക്കും ഒരു ഹൈഫയിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മൾട്ടി ന്യൂക്ലിയർ കണ്ടീഷൻ അല്ലെങ്കിൽ സീനോസൈറ്റിക് കണ്ടീഷനിലായിരിക്കും കാണപ്പെടുന്നത്. സെപ്റ്റൽ പോർ, ഈ സെപ്റ്റുകൾ തമ്മിൽ ഇടയ്ക്കുള്ള പോർ, ഓരോ സെപ്റ്റുകൾ തമ്മിൽ ക്രോസ് വാൾ ഉണ്ടല്ലോ, അതിൽ അടുത്തടുത്ത സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട് ചെറിയ പോർ, സുഷിരങ്ങൾ കാണുന്നുണ്ട്. ഈ പോർ എന്ന് പറയുന്നത് ഡോളിപ്പോർ, കോംപ്ലക്സ് പോർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഡോളിപ്പോർ എന്ന് വെച്ചാൽ ആ ചിത്രം നോക്കുക, ഒരു സ്പെഷ്യലൈസ്ഡ് ബാരൽ ഷേപ്പിലുള്ള പാർട്ടീഷനിങ് വാൾ കാണാൻ കഴിയും. ഇങ്ങനത്തെ ഓപ്പണിങ്സിനെയാണ് ഡോളിപ്പോർ എന്ന് പറയുന്നത്. സാധാരണ ഇത് കാണാൻ കഴിയുന്ന ബെസിഡിയോമൈസസിൽ ഗ്രൂപ്പിൽപ്പെട്ട മഷ്റൂംസിലും പഫ് ബേർഡ്സിലും നമുക്ക് ഡോളിപ്പോർ സെപ്റ്റം കാണാൻ കഴിയുന്നത്. അതുപോലെ പാരന്തോസോം എന്ന് കാണപ്പെടുന്നതും ഈ സെപ്റ്റർ പോറിൽ തന്നെയാണ്. ഒരു സ്പെഷ്യൽ പോർ ക്യാപ്പ്, ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ആ ചിത്രത്തിൽ കാണാൻ കഴിയും. ഒരു ബ്രൗൺ കളറിൽ ക്യാപ്പ് പോലെ സ്ട്രക്ചർ കാണാൻ കഴിയും. പോറുകളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്ന ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് പാരന്തോസോം എന്ന് പറയുന്നത്. സെൽവാൾ ഓഫ് ഫംഗൈ. ഫംഗസുകളുടെ സെൽവാളിന്റെ പ്രത്യേകത ഒരു ഡൈനാമിക് മൾട്ടി ലെയർഡ് സ്ട്രക്ചർ ആണ്, റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. പ്ലാസ്മത്തിന് പുറത്തായിട്ടാണ് കാണപ്പെടുന്നത്. നോർമലി നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ, നേരത്തെ പറഞ്ഞു ഫംഗൽ സെല്ലോസ് എന്നറിയപ്പെടുന്ന കൈറ്റിൻ കൊണ്ടും അതുപോലെ ഗ്ലൂക്കൻസ്, അത് β13 ആൻഡ് β16 ഗ്ലൂക്കൺ കൊണ്ടോ അതുപോലെ ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഓർ നാനോ പ്രോട്ടീൻസ് കൊണ്ടായിരിക്കും ഫംഗൽ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത്. കൈറ്റിൻ നമുക്കറിയാം അതൊരു പോളിമർ ആണെന്നറിയാം. എൻ അസറ്റൈൽ ഗ്ലൂക്കാസമിന്റെ പോളിമർ ആണ് കൈറ്റിൻ എന്നറിയപ്പെടുന്നത്. കൈറ്റിന്റെ ഫോമിൽ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. സെൽവാളുടെ ഔട്ടർ ലെയർ പ്രൈമറിലി നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലൈക്കോസിലേറ്റഡ് ആയിട്ടുള്ള നാനോ പ്രോട്ടീൻസ് കൊണ്ടോ അല്ലെങ്കിൽ മെനൻസ് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചളവിൽ β16 ഗ്ലൂക്കോൺ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഔട്ടർ ലെയർ അതായിരിക്കും. എന്നാൽ പിന്നുള്ള ലെയർ ആണ് കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഔട്ടർ ലെയർ ഒരു ബാരിയർ പോലെ ഹോസ്റ്റിനും സെല്ലിനുള്ള ഇന്ററാക്ഷൻസിൽ ഒരു ബാരിയർ പോലെ ആക്ട് ചെയ്യുന്നത് ഈ ഔട്ടർ ലെയർ ആയിരിക്കും. പിന്നെ സാധാരണഗതിയിൽ കൈറ്റിനാണ് അടുത്ത ലെയർ ആയിട്ട് കാണപ്പെടുന്നതെങ്കിൽ ഊമൈസസിൽപ്പെട്ട വാട്ടർ മോൾസ് എന്നറിയപ്പെടുന്ന ഫംഗസുകളെല്ലാം സെല്ലുലോസ് ആണ് കാണപ്പെടുന്നത്. കൈറ്റിന് പകരം സെല്ലുലോസ് കാണപ്പെടുന്നത്. പിന്നെ ബീറ്റ ഗ്ലൂക്കോൺ കാണപ്പെടുന്നു പറഞ്ഞല്ലോ, അതെന്ന് പറയുന്നത് കൈറ്റിനെയും പ്രോട്ടീനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പോളിമർ, ഗ്ലൂക്കോസിന്റെ പോളിമർ ആണ് ബീറ്റ ഗ്ലൂക്കോൺസ്. സാധാരണ ഒരു ബാസിലൈസ് സ്കഫോൾഡ് സ്ട്രക്ചറിലാണ് ഇത് കാണപ്പെടുന്നത്. മാനോ പ്രോട്ടീൻസ് പറയുന്നത് മാനോസ് കണ്ടെയ്നിങ് പ്രോട്ടീൻസുകളായിരിക്കും. അതാണ് പോറോസിറ്റി അതുപോലെ സർഫസ് ക്യാരക്ടറിസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്.
ഹൈഫൽ ടിഷ്യൂസ്. ഹൈഫൽ നിർമ്മിച്ചിരിക്കുന്ന ടിഷ്യൂസ് എന്തൊക്കെയെന്ന് നോക്കാം. നോർമലായിട്ട് കാണപ്പെടുന്ന ടിഷ്യൂ ആണ് പ്ലക്ടൻ കൈമ. പ്ലക്ടൻ കൈമ എന്ന് പറയുമ്പോൾ ഫാൾസ് ടിഷ്യൂ ഫൗണ്ട് അഗ്രിഗേഷൻ ഓഫ് ഹൈഫൈ. ഹൈഫകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു ഫാൾസ് ടിഷ്യൂ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. ഇതിനെയാണ് പ്ലക്ടൻ കൈമ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ലൂസ്ലി ആൻഡ് പാരലി അറേഞ്ച്ഡ് ആയിട്ട് കാണപ്പെടാറുണ്ട്. ഈ ഹൈഫകൾ ചേർന്ന് ലൂസായിട്ട് ഒരു പാരലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ കാണപ്പെടുന്നെങ്കിൽ അതിനെ പ്രോസൻ കൈമ എന്ന് പറയാം. അതുപോലെ ഹൈഫകളെല്ലാം കൂടി ചേർന്ന് ഒരു നെറ്റ്വർക്ക് ഇന്റർവോവൻ സ്ട്രക്ചറിൽ കാണപ്പെടുന്നെങ്കിൽ, ഒരു കോമ്പാക്ട് മാസ് ആയിട്ട് കാണപ്പെടുന്നെങ്കിൽ അതിനെ സ്യൂഡോ പാരൻകൈമ എന്ന് പറയാറുണ്ട്. മറ്റൊരു ഹൈഫൽ ടിഷ്യൂ ആണ് റൈസോമോർഫ്. റൈസോമോർഫ് എന്ന് പറയുന്നത് റൂട്ട് ലൈക്ക് അഗ്രഗേഷൻ ആണ്. അതായത് നോർമൽ സൊമാറ്റിക് ഹൈഫെ ബ്രാഞ്ച് ചെയ്ത് റൂട്ട് ലൈക്ക് സ്ട്രക്ചർ, ചിത്രത്തിൽ കാണുന്ന പോലെ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് മാറുന്നെങ്കിൽ അതിനെ റൈസോമോർഫ് എന്ന് പറയും. ഇതൊരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യാറുമുണ്ട് ചില സ്പീഷീസിലെ വഴിയെ നമ്മൾ പറയും. എക്സാമ്പിൾ ആർബെല്ലേറിയമൽ. സ്ക്ലീറോഷ്യം. സ്ക്ലീറോഷ്യം ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്പെഷ്യൽ ടിഷ്യൂ ആണ്. ഒരു കോമ്പാക്ട് ഗ്ലോബോ സ്ട്രക്ചറിൽ, ഇലോങ്ങേറ്റഡ് ഗ്ലോബോ സ്ട്രക്ചറിൽ കാണപ്പെടുന്ന ഹൈഫൽ സ്ട്രക്ചർ ആയിരിക്കും. ഹൈഫയുടെ കമ്പോണന്റിൽ അഗ്രഗേറ്റ് ചെയ്ത് അത് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ കൂടി ചേർന്ന് ഒരു ഗ്ലോബോ സ്ട്രക്ചറിലാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ സ്ക്ലീറോഷ്യം എന്ന് പറയുന്നത്. ഇത് ലോങ് പീരീഡിലേക്ക് സർവൈവ് ഉള്ള കപ്പാസിറ്റി ഉള്ളവരാണ്. അതായത് ഒരു സ്പോർ പോലെ തന്നെ, സ്പോറിന്റെ കപ്പാസിറ്റി പോലെ ലോങ് ടൈമിലോട്ട് സർവേ ചെയ്യാൻ കഴിയുന്ന ടിഷ്യൂ കൂടിയാണ് സ്ക്ലീറോഷ്യം. ക്ലേവ് സെപ്സിലാണ് ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. മറ്റൊരു സ്ട്രക്ചർ ആണ് സ്ട്രൊമാറ്റ എന്ന് പറയുന്നത്. സ്ട്രൊമാറ്റ എന്ന് പറയുന്നത് ചില ഫംഗൽ ടിഷ്യൂസ് ഡയറക്റ്റ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ട് മാറുന്നെങ്കിൽ അതിനെ സ്ട്രൊമാറ്റ എന്ന് പറയുന്നു. ചില ടിഷ്യൂസ് ഡയറക്റ്റ് അത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ട് മാറുന്നുണ്ട്. സ്യൂഡോ ക്ലീറോഷ്യം. സ്യൂഡോ ക്ലീറോഷ്യം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സ്ക്ലീറേഷ്യറ്റ് ലൈക്ക് ബോഡീസ് ആയിരിക്കും ഫ്രൂട്ടിംഗ് ബോഡിയുടെ ബേസിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഫ്രൂട്ടിംഗ് ബോഡി നമുക്കറിയില്ല, ബെസിഡിയോ കാർപ്പ് എന്ന് കേട്ടില്ല. അതുപോലുള്ള ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ബേസിലായിട്ട് ഒരു സ്ക്ലീറോഷ്യം പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുകയാണെങ്കിൽ, അതുപോലത്തെ ബോഡീസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സ്യൂഡോ ക്ലീറോഷ്യം എന്നറിയപ്പെടുന്നു. അപ്രിസോറിയം. അപ്രിസോറിയം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഹൈഫയാണ്. അതായത് എക്ടോ പാരസൈറ്റിൽ കാണപ്പെടുന്ന ഹോസ്റ്റിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ഹൈഫ കൂടിയാണ് അപ്രസോറിയം എന്ന് പറയുന്നത്. എറിസിഫൈൽസിലാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ചിത്രം നോക്കുക. ഹോസ്റ്റോറിയം. നമുക്കറിയാം ഹോസ്റ്റോറിയം എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് അബ്സോർബൻസ് സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആണ്, ഹൈഫൽ സ്ട്രക്ചർ ആണ്. ഇത് കൂടുതലും ഇൻട്രാ സെല്ലുലാർ, അതായത് സെല്ലുകൾക്കിടയിലുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന സ്പെഷ്യൽ ഹൈഫ ആയിരിക്കും. അതിനെയാണ് ഹോസ്റ്റോറിയം എന്ന് പറയുന്നത്. ഫംഗസുകളുടെ റീപ്രൊഡക്ഷൻ നമുക്കറിയാം പ്രധാനമായിട്ടും 3 തരത്തിലാണ് റീപ്രൊഡക്ഷൻ കാണിക്കുന്നത്: വെജിറ്റേറ്റീവ്, അസെക്ഷൽ ആൻഡ് സെക്ഷൽ. ഇതിൽ വെജിറ്റേറ്റീവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫ്രാഗ്മെന്റേഷൻ, ബഡ്ഡിങ് ആൻഡ് ഫിഷൻ. ബഡ്ഡിങ് നമുക്കറിയാം ഈസ്റ്റിലൊക്കെ ബഡ്ഡിങ് ആണ് കാണപ്പെടുന്നത്. ഫ്രാഗ്മെന്റേഷനും ഫിഷനും പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമുക്കറിയാം അസെക്ഷൽ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിന്റെ പുറത്തായിട്ടോ അകത്തായിട്ടോ എന്ത് ചെയ്യുന്നു, പാരന്റ് സെൽ ഡിവൈഡ് ചെയ്യുന്നു. മിയോസിന് വിധേയമായിട്ട് സെഷ്യൽ സ്പോറുകൾ ഉണ്ടാകുന്നു. അത് ഓരോ ടൈപ്പ് സ്പോറുകളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഈ അസെഷ്യൽ സ്പോറുകൾ മിക്കവാറും സിംഗിൾ പാരന്റ് സെല്ലിൽ തന്നെ ഉണ്ടാകുന്നത്. ഒരു ടൈപ്പ് സ്പോറാണ് മൈറ്റോസ്പോറുകൾ. മൈറ്റോസ്പോർ എന്ന് പറയുമ്പോൾ മൈറ്റോസിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന സ്പോറുകളായിരിക്കും മൈറ്റോസ്പോർ എന്ന് പറയുന്നത്. സാധാരണ മിയോസ് മെത്തഡാണ് സ്പോർ ഉണ്ടാകുന്നത്. ഇവിടെ മൈറ്റോസിന്റെ ഫലമായിട്ടും ചില സ്പീഷീസിലെ സ്പോർ ഉണ്ടാകും. അതിനെ മൈറ്റോസ്പോർ എന്നാണ് പറയുന്നത്. പിന്നെ ലേറ്റർ അത് വളർന്നിട്ട് പുതിയ ഫംഗസുകളായിട്ട് മാറുകയും ചെയ്യും. പ്ലിയോമോർഫിക് ഓർ പോളിമോർഫിക് ഫംഗി എന്ന് പറയുന്നത് ഫംഗസുകൾ, ഒരു ഫംഗസ് തന്നെ ഒന്നിൽ കൂടുതൽ ടൈപ്പ് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ടെറിഡോഫൈറ്റിലൊക്കെ പഠിച്ചിട്ടില്ല, ചെറിയ സ്പോർ എന്താണ് മൈക്രോസ്പോർ മാക്രോസ്പോർ എന്ന് പറഞ്ഞിട്ടില്ല. അതേപോലുള്ള 2 ഡിഫറെന്റ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടൈപ്പ് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസുകളാണ് പ്ലിയോമോർഫിക് ഫംഗി എന്നറിയപ്പെടുന്നത്. സ്പോറോഫോഴ്സ്. സ്പോറോഫോഴ്സ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സ്പോറുകളായിരിക്കും ഹൈഫ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഹൈഫ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ സ്പോറുകളായിരിക്കും. ഇത് പല ടൈപ്പിലായിരിക്കും കാണപ്പെടുന്നത്. അതായത് ഉണ്ടാകുന്ന ബോഡിയിലെ സ്ട്രക്ചറിന്റെ ബേസിൽ ഈ സ്പോറോഫോഴ്സിനെ പല കാറ്റഗറിയിൽ പെടുത്താം. ചിലത് ഒരു ഹൈഫിൽ നിന്ന് സ്പെഷ്യലൈസ് സ്ട്രക്ചർ ഉണ്ടായിട്ട് അതിനുള്ളിലും സ്പോർ ഉണ്ടാകാം, ബോഡിക്ക് പുറത്തുമായിട്ടും ഉണ്ടാകാം. പിന്നെ അതിനനുസരിച്ചായിരിക്കും പേര് വരുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കറിയാം ബ്രെഡ് മോൾഡ്, റൈസോപ്പസിന്റെ ഒക്കെ ബോഡിയുടെ ഹൈഫയിൽ നിന്ന് സ്പെഷ്യൽ ഹൈഫ ഉണ്ടാകുന്നു. ആ ഹൈഫയുടെ അറ്റത്തൊരു ഗ്ലോബുലർ സ്ട്രക്ചർ, അതിനുള്ളിലായിരിക്കും സ്പോർ ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരം സ്റ്റാർക്കലൈസ് സ്ട്രക്ചേഴ്സിനെ സ്പൊറാഞ്ചിയോഫോഴ്സ് എന്നും അതിന്റെ അറ്റത്തുണ്ടാകുന്ന സ്ട്രക്ചറിനെ സ്പൊറാഞ്ചിയം എന്നും അതിനുള്ളിൽ ഉണ്ടാകുന്ന സ്പോറുകളെ സ്പൊറാഞ്ചിയോ സ്പോർസ് എന്നും പറയാം. അപ്പൊ ഇവിടെ സ്പൊറാഞ്ചിയോ സ്പോർസ് ഉണ്ടാകാൻ സഹായിക്കുന്ന ആ സ്പെഷ്യലൈസ്ഡ് ഹൈഫയാണ് സ്പൊറാഞ്ചിയോ ഫോറുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫോറിന്റെ അനുസരിച്ച്, അതായത് സ്പോറോഫോറിന്റെ അനുസരിച്ചിട്ടാണ് സ്പോർ ഉണ്ടാകുന്നത്. മറ്റൊരു പ്രത്യേകതയാണ് കൊണീഡിയോഫോർ. നമുക്കറിയാം പെൻസിലിയം ആസ്പെർജില്ലസിലൊക്കെ കാണപ്പെടുന്നതാണ് അല്ലെ. അവിടെ ഹൈഫകളിൽ നിന്ന് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹൈഫയായ കൊണീഡിയോഫോർ ഉണ്ടാകുന്നു. അതിന്റെ
ടിപ്പിലായിട്ട് പുറത്തായിട്ടായിരിക്കും എക്സോജീനസ് ആയിട്ടായിരിക്കും സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് കൊണീഡിയോ സ്പോർസ് ഓർ കൊണീഡിയ എന്ന് അറിയപ്പെടും. അതിൽ ആദ്യത്താണ് സ്പൊറാഞ്ചിയോസ്പോർസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മ്യൂക്കറിലും റൈസോപ്പസ് ബ്ലഡ് മോളിലും കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് അസെഷ്യൽ സ്പോറുകളാണ് സ്പൊറാഞ്ചിയോസ്പോർസ്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സ്പെഷ്യൽ ഹൈഫായ സ്പൊറാഞ്ചിയോഫോറിന്റെ ടിപ്പിലെ ഒരു ഗ്ലോബുലാർ സ്ട്രക്ചറായ സ്പൊറാഞ്ചിയത്തിനകത്തായിരിക്കും. ഈ സ്പൊറാഞ്ചിയത്തിനകത്ത് കോളുമെല്ല എന്നൊരു സ്ട്രക്ചർ ഉണ്ടാവും. ആ കോളുമെല്ലയിലാണ് ശരിക്കും പറഞ്ഞാൽ അതിലാണ് സ്പൊറാഞ്ചിയം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. അതുപോലെ അപ്പോഫൈസ് എന്ന് പറയുന്നത് ആ കോളുമെല്ലിൽ തന്നെ കാണപ്പെടുന്ന ഒരു ഫണൽ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകും. ആ ഫണൽ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് അപ്പോഫൈസ് എന്ന് പറയുന്നത്. കോളുമെല്ലയ്ക്ക് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഫണൽ ലൈക്ക് സ്ട്രക്ചറാണ് അപ്പോഫൈസസ് എന്ന് പറയുന്നത്. ഇനി ഈ സ്പോറുകൾ അതിന്റെ മോട്ടിലിറ്റിയുടെ ബേസിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അപ്ലനോസ്പോർസും സൂസ്പോറുകൾ. മോട്ടൈലായിട്ടുള്ള സ്പോറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സൂസ്പോറുകളായിരിക്കും. ഫ്ലജലുള്ളവരായിരിക്കും. നോൺ മോട്ടൈൽ സ്പോറുകളാണെങ്കിൽ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേര് അപ്ലനോസ്പോർസ്. കൊണീഡിയോസ്പോർസ് അല്ലെങ്കിൽ കൊണീഡിയ. നേരത്തെ പറഞ്ഞ എക്സോജീനസ് സ്പോറുകളാണ്. സ്പെഷ്യൽ ഹൈഫയായ കൊണീഡിയോഫോറിന്റെ മുകളിലായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെസിക്കിൾ, ഒരു ഗ്ലോബുലാർ സ്ട്രക്ചർ തന്നെ വെസിക്കിൾ എന്ന് പറയും. ഈ വെസിക്കിളിൽ പ്രത്യേകതരം ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ടാവും. ആ ഔട്ട് ഗ്രോത്തിനെ സ്റ്റെറിക്മാറ്റ അല്ലെങ്കിൽ ഫയാലിഡ്സ് എന്ന് പറയാം. എന്ന് പറയാം. അതിന്റെ പുറത്തായിട്ട് എക്സോജീനസ് ആയിട്ടായിരിക്കും സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്പോറുകൾ രണ്ട് തരത്തിലാകാം. മൈക്രോ കൊണീഡിയ ആൻഡ് മാക്രോ കൊണീഡിയ. പേര് തന്നെ ഉണ്ട്. ചെറിയ സ്പോറുകൾ ഉണ്ടാകാം, കുറച്ചുകൂടി വലിയ ടൈപ്പ് സ്പോറുകളും ഉണ്ടാകാം. ചെറിയ സ്പോറുകളാണെങ്കിൽ തന്നെ മൈക്രോ കൊണീഡിയ എന്നും അത് സിംഗിൾ സെൽഡ് ആയിരിക്കും. എന്നാൽ ലാർജ് മൾട്ടി സെൽഡ് സ്ട്രക്ചറുള്ള സ്പോറുകളാണെങ്കിൽ തന്നെ മാക്രോ കൊണീഡിയ എന്ന് അറിയപ്പെടുന്നത്. ചില സമയത്ത് കൊണീഡിയയിലെ ഒറ്റ സിംഗിൾ സ്പോറുകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് ഫൈറ്റോപ്തറ സ്പീഷീസിലൊക്കെ സിംഗിൾ കൊണീഡിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ചിലതിലൊരു ചെയിൻ ആയിട്ട് ടിപ്പിൽ, അതായത് നേരത്തെ പറഞ്ഞ സ്റ്റെറിക്മാറ്റയുടെ ടിപ്പിലായിട്ട് ഒരു മുത്തു കോർത്ത പോലെ ചെയിൻ പോലെ കാണപ്പെടാറുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ആസ്പെർജില്ലസ്. ഒറ്റ ചെയിൻ പോലെയാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ആസ്പെർജില്ലസ് ആണ്, അതിൽ ചെയിൻ പോലെയാണ് കാണപ്പെടുന്നത്. എന്നാൽ പെൻസിലിയത്തിലാണെങ്കിൽ ഇതേപോലെ തന്നെയായിരിക്കും, കുറച്ചുകൂടെ ബ്രാഞ്ചഡ് കണ്ടീഷനിലായിരിക്കും. അത് ബ്രാഞ്ച് ചെയ്ത് ആ ഓരോ ബ്രാഞ്ചിന്റെ ടിപ്പിലായിട്ട് ചെയിൻ പോലെ കാണപ്പെടുന്നതാണെങ്കിൽ പെൻസിലിയം. അപ്പൊ ഇതെല്ലാം ഉണ്ടാകുന്ന ആ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിനെ സ്റ്റെറിക്മാറ്റ അല്ലെങ്കിൽ ഫയാലൈറ്റ്സ് എന്ന് പറയാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അസെഷ്യൽ സ്പോറുകളാണ് ഒയിഡിയ ഓർ ആർത്രോസ്പോർസ് എന്ന് പറയാം. ഇവിടെ നോർമൽ ഹൈഫ തന്നെ ഫ്രാഗ്മെന്റേഷന് വിധേയമായിട്ട് സ്പോറുകളായിട്ട് മാറുകയാണെങ്കിൽ അതിനെയാണ് ഒയിഡിയ അല്ലെങ്കിൽ ആർത്രോസ്പോർസ് എന്ന് പറയുന്നത്. എറിസിഫയിലെ പ്രധാന ഒരു പ്രത്യേകതയാണ് ഒയിഡിയ അല്ലെങ്കിൽ ആർത്രോപോർസ്. അതായത് പാരന്റ് ഹൈഫ തന്നെ ബ്രേക്ക് ഡൗൺ നടന്നിട്ട് അത് റൗണ്ട് അപ്പ് ചെയ്തിട്ട് സ്പോറുകളായിട്ട് മാറുന്നു. പിന്നീട് ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഹൈഫകളായിട്ട് മാറുന്നു. ക്ലാമിഡോസ്പോർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി തിക്ക് വാൾഡ് ആയിട്ടുള്ള റെസിസ്റ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. ഇത് ഹൈഫകൾ തന്നെ ഉണ്ടാകുന്ന അൺഫേവറബിൾ കണ്ടീഷനിൽ ഉണ്ടാകുന്ന സ്ട്രക്ചർ. ഹൈഫ തന്നെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് ഹൈഫയിൽ അൺഫേവറബിൾ കണ്ടീഷനിൽ കട്ടിയുള്ള ആവരണമുള്ള സ്പോറുകളായിട്ട് ഹൈഫ മോഡിഫൈ ചെയ്യാറുണ്ട്. ഇതിനെയാണ് ക്ലാമിഡോസ്പോർ എന്ന് പറയുന്നത്. സാധാരണ ഇത് സോയിലിൽ പെർസിസ്റ്റ് ചെയ്ത് കിടക്കാറുണ്ട്, നശിക്കാതെ പെർസിസ്റ്റ് ചെയ്ത് കിടക്കാറുണ്ട്. എക്സാമ്പിൾ മ്യൂക്കർ, ഫിസാരിയം, കാനഡ തുടങ്ങിയ ഓർഗാനിസിൽ കാണാൻ കഴിയും. കാൻഡിഡയുടെ സ്പീഷീസിന്റെ പ്രത്യേകത, കാൻഡിഡ ആൽബിക്കൻസിന്റെ പ്രത്യേകത, അതിൽ ക്ലാമിഡോസ്പോറുകളും അതുപോലെ ബ്ലാസ്റ്റോസ്പോർസുകളും നമുക്ക് കാണാൻ കഴിയും. ബ്ലാസ്റ്റോസ്പോർസ് എന്താണ് അടുത്ത് പറയുന്നത്. അപ്പൊ എന്താണ് ബ്ലാസ്റ്റോസ്പോർസ് എന്ന് വെച്ചാൽ, ഇവിടെ ബഡിങ്ങിന്റെ ഫലമായിട്ടാണ് സ്പോറുകൾ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ബ്ലാസ്റ്റോസ്പോർസ് എന്ന് പറയാം. ഇതിനെ ബ്ലാസ്റ്റോ കൊണീഡിയ എന്ന് പറയാം. നേരത്തെ പറഞ്ഞ കാൻഡിഡയിൽ രണ്ടു തരം സ്പോർ ഉണ്ടാകുന്നുണ്ട്, ക്ലാമിഡോസ്പോറുകളും ബ്ലാസ്റ്റോസ്പോറുകളും ഉണ്ടാകും. സ്ക്ലീറോഷ്യ ആൻഡ് റൈസോമോസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ സ്ക്ലീറോഷ്യ സ്പെഷ്യലായിട്ട് ഉണ്ടാകുന്ന ടിഷ്യൂ ആണ്. അത് മൈസീലുമായിട്ട് മാറുകയും പിന്നീട് പുതിയ ഫംഗസുകളായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് റൈസോമോർ, റൂട്ട് ലൈക്ക് ആയിട്ടുള്ള അഗ്രഗേഷൻ ആണ്. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പുതിയ ഫംഗസുകൾ മാറാൻ കഴിവുള്ളവരാണ്. ഇത് രണ്ടിന്റെ സ്ട്രക്ചർ തന്നെ വർഷങ്ങളോളം സർവൈവ് ചെയ്ത കഴിവുള്ളവരാണ്. അതായത് പെർസിസ്റ്റ് ചെയ്യാനും റെസിസ്റ്റ് ചെയ്യാനും കപ്പാസിറ്റി ഉള്ള അൺഫേവറബിൾ കണ്ടീഷനെ ഓവർകം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ് സ്ക്ലീറോഷ്യ, റൈസോമോർ. സെക്ഷൽ റിപ്രഷൻ നമുക്കറിയാം 3 സ്റ്റേജിലൂടെയാണ് സെക്ഷൽ റിപ്രഷൻ നടക്കുന്നത്. അതായത് പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ്. 2 ഹൈഫയുടെ പ്രോട്ടോപ്ലാസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിന് പ്ലാസ്മോഗമി എന്നും പിന്നീട് അതിന്റെ ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിന് കാരിയോഗമി എന്നും പിന്നീട് അതിന് മിയോസിസ് നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹാപ്ലോയിഡ് സ്പോറുകൾ ഉണ്ടാകുന്നത്. അതൊന്നെങ്കിൽ അസ്കോസ്പോറുകളോ ബെസിഡിയോസ്പോറുകളോ സൈഗോസ്പോറുകളോ ഊസ്പോറുകളോ ആകാം. അത് ഓരോ ഫംഗസിന്റെ നേച്ചർ അനുസരിച്ചായിരിക്കും. പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ്. സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്യുന്നതിന് പ്ലാസ്മോഗമി എന്നും ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നതിന് കാരിയോഗമി എന്നും പറയുന്നു. +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ ഫലമായിട്ട് ഏതിലാണോ സ്പോർ ഉണ്ട്, അപ്പൊ അസ്കസിനുള്ളിലാണ് സ്പോർ ഉണ്ടാകുന്നത്, അറയ്ക്കുള്ളിലാണെങ്കിൽ അസ്കോസ്പോർ എന്നും
ഒരു ക്ലബ് ഷേപ്ഡ് സ്ട്രക്ചറായ ബേസിലിയത്തിലാണ് ഈ സ്പോർ ഉണ്ടാകുന്നതെങ്കിൽ, പുറത്തായിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ബെസിഡിയോസ്പോർ എന്നും, തിക്കവാൾഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് പോലെയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ സൈഗോസ്പോർ എന്നും, അതുപോലെ മെയിൽ ഫീമെയിൽ ഗ്യാമേറ്റുകളായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്ന സ്പോർ ആണെങ്കിൽ അതിനെ ഊസ്പോർ എന്നും പറയാം. ഹെറ്ററോതാലിസം ഫംഗസുകൾ ആണെന്ന ഒരു ഫീച്ചറാണ് ഹെറ്ററോതാലിസം. ആദ്യമായിട്ട് ടൈം പ്രപ്പോസ് ചെയ്തത് ബ്ലാക്സ്ലി എന്ന സയന്റിസ്റ്റ് ആണ്. ഹെറ്ററോതാലിസം എന്ന് വെച്ചാൽ സെക്ഷൽ റീപ്രഷനിൽ കാണുന്ന ഒരു അഡാപ്റ്റേഷൻ കൂടിയാണ്. അതായത് ജെനറ്റിക് വേരിയേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി സെൽഫായിട്ടുള്ള, അതായത് ഔട്ട് ബ്രീഡിങ് കൊണ്ടുവരാനും ഇൻബ്രീഡിങ് തടയാനുള്ള ഒരു മെക്കാനിസം കൂടിയാണ് ഹെറ്ററോതാലിസം എന്ന് പറയുന്നത്. ഇതിനായിട്ട് സെയിം ഹൈഫുകൾ തമ്മിൽ മേറ്റ് ചെയ്ത്, ഒരേ ഫംഗസിന്റെ ഹൈഫുകൾ തമ്മിൽ മേറ്റ് ചെയ്ത് സ്പോറുകൾ ഉണ്ടായാൽ ജെനറ്റിക് വേരിയേഷൻ ഉണ്ടാകത്തില്ല. അത് തടയാനായിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഹെറ്ററോതാലിസം എന്നുള്ളത്. പല ഫംഗസിലും കാണാൻ കഴിയും. ഈ ഹെറ്ററോതാലിസിന് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് ഹൈഫുകൾ തമ്മിലായിരിക്കും മേറ്റ് ചെയ്തിട്ട്, അതായത് ഡിസ്റ്റിങ്ക്റ്റ് ഹൈഫ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഹൈഫുകൾ തമ്മിൽ മേറ്റ് ചെയ്തിട്ടായിരിക്കും പ്ലാസ്മോഗമി, കാരിയോഗമി, മ്യൂസ് നടത്തിയിട്ട് സെക്ഷുവൽ സ്പോറുകൾ ഉണ്ടാകുന്നത്. ഇത് രണ്ട് തരത്തിലാകാം, മോർഫോളജിക്കൽ ഹെറ്ററോതാലിസം അതുപോലെ ഫിസിയോളജിക്കൽ ഹെറ്ററോതാലിസം. മോർഫോളജിക്കൽ ഹെറ്ററോതാലിസം എന്ന് പറയുമ്പോൾ ശരിക്കും ഇവയെ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് പോലെ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള മൈസീരത്തിലായിരിക്കും ഈ ഹൈഫുകൾ ഫോം ചെയ്യുന്നത്. പിന്നീട് അത് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സെക്ഷൽ റിപ്രഡക്ഷൻ നടക്കുകയും ചെയ്യും. മോർഫോളജിക്കലി രണ്ട് സെക്സ് ഓർഗൻസ് ഉണ്ടാകുന്ന ഡിഫറെന്റ് മൈസീരത്തിലായിരിക്കും ഉണ്ടാകുന്നത്. അക്ലയ, ആംബി സെക്ഷുവാലിസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. എന്നാൽ ഫിസിയോളജിക്കലി ഹെറ്ററോതാലിസിന്റെ പ്രത്യേകത ഇവിടെ സ്ട്രക്ചർ ഐഡന്റിക്കൽ ആയിരിക്കും, കണ്ടാൽ ഒരുപോലെ ഇരിക്കുകയും എന്നാൽ മേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഫംഗ്ഷന്, അതായത് റീപ്രൊഡക്റ്റീവ് ടൈം ആകുമ്പോൾ അതിന് മേറ്റ് ചെയ്യുന്ന ഹൈഫകൾ തമ്മിൽ വ്യത്യാസമുള്ളവരായിരിക്കും. എങ്കിൽ മാത്രമേ ജനറ്റിക് വേരിയേഷൻ കൊണ്ടുവരാൻ കഴിയൂ. ന്യൂറോസ്പോറ ക്രാസ എന്ന സ്പീഷീസിൽ കാണപ്പെടുന്നത് ഫിസിയോളജിക്കൽ ഹെറ്ററോതാലിസം ആയിരിക്കും. ഫിസിയോളജിക്കൽ ഹെറ്ററോതാലിസം രണ്ട് ടൈപ്പിൽ നടക്കാം. ഒന്ന് 2 അലീൽ ഹെറ്ററോതാലിസം, അതുപോലെ മൾട്ടിപ്പിൾ അലീൽ ഹെറ്ററോതാലിസം. 2 അലീൽ ഹെറ്ററോതാലിസം പറയുമ്പോൾ നമുക്കറിയാം ഒരു പെയർ ഓഫ് അലീൽ കൊണ്ട് മാത്രം ഇന്ററാക്ഷന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഹെറ്ററോതാലിസം ആയിരിക്കും. അതിൽ കൂടുതലാണ്, ഒന്നിൽ കൂടുതൽ അലീലുകൾ ചേർന്നിട്ടാണ്, ഒന്നിൽ കൂടുതൽ പെയർ അലീലുകൾ ചേർന്നിട്ടാണ് ഹെറ്ററോതാലിസം ഡിറ്റർമിൻ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് മൾട്ടിപ്പിൾ അലീൽ ഹെറ്ററോതാലിസം എന്ന് പറയുന്നത്. അതിൽ തന്നെ ബൈപോളർ മൾട്ടിപ്പിൾ അലീൽ ഹെറ്ററോതാലിസം ഉണ്ട്. അതായത് ഒരു സിംഗിൾ ലോക്കസിൽ കാണപ്പെടുന്ന അലീൽ, ഒരുപാട് അലീലുകൾ ചേർന്ന് ഒറ്റ ലോക്കസിൽ കാണപ്പെടുന്ന മൾട്ടിപ്പിൾ അലീൽ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ഡിഫറെന്റ് മേറ്റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അതാണ് ബൈപോളർ മൾട്ടിപ്പിൾ അലീൽ ഹെറ്ററോതാലിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബെസിലിയോമൈസസിൽ കാണാൻ കഴിയും. എന്നാൽ റസ്റ്റ് ഫംഗസുകളിൽ, സ്മട്ട് ഫംഗസിൽ ഒഴിച്ച് ബാക്കി എല്ലാ ബെസിലിയോമൈസസിലും ബൈപോളർ മൾട്ടിപ്പിൾ ഹെറ്ററോതാലിസം ആണ് കാണപ്പെടുന്നത്. ടെട്രാപോളർ മൾട്ടിപ്പിൾ ഹെറ്ററോതാലിസം എന്ന് പറയുന്നത് ഇത് മൾട്ടിപ്പിൾ അലിസ് ഒന്നിൽ കൂടുതൽ ലോക്കസുകളുടെ സഹായത്തോടെ, ഒന്നിൽ കൂടുതൽ ലോക്കസിൽ ഇരിക്കുന്ന ജീനുകളുടെ സഹായത്താലായിട്ടായിരിക്കും ഈ ഒരു ഹെറ്ററോതാലിസം ഫോം ചെയ്യുന്നത്. ഇത് സാധാരണ കാണപ്പെടുന്നത് നേരത്തെ പറഞ്ഞ ബെസിലിയോമൈക്കോട്ടയിൽ തന്നെയാണ് കൂടുതലും കാണപ്പെടുന്നത്. പാരാസെക്ഷുവാലിറ്റി ഇൻ ഫംഗൈ, അതായത് ഫംഗസുകളിലെ സെക്ഷൽ റീപ്രഷൻ ആബ്സെന്റ് ആണെങ്കിൽ അവർക്ക് കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ പോസിബിൾ ആയില്ല. അവരെ നമ്മൾ വിളിക്കുന്ന പേര് ഡ്യൂറ്ററോമൈസസ് എന്നായിരിക്കും അല്ലേ. അപ്പൊ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകളെ അതിന് പകരമായിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ലൈഫ് സൈക്കിളാണ് പാരാസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ ഇത് കാണപ്പെടുന്നത് ഡിറ്ററോമൈസിലാണ് കൂടുതലും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ആസ്കോമൈസിന്റെ ചില മെമ്പേഴ്സിലും ബെസിലിയോമൈസിന്റെ മെമ്പേഴ്സിലും കാണപ്പെടുന്നുണ്ട്. അതായത് സെക്ഷൽ റീപ്രഷൻ ആബ്സെന്റ് ആണെങ്കിൽ അതിന് പകരം കാണപ്പെടുന്ന ഒരു മെത്തേഡാണ് പാരാസെക്ഷുവാലിറ്റി. ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് പോണ്ടെ കാർവോ ആൻഡ് റോപ്പർ എന്ന രണ്ട് സയന്റിസ്റ്റുകളാണ്. നേരത്തെ പറഞ്ഞു ഡിറ്ററോമൈസിലാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നു പറഞ്ഞു. അതോടൊപ്പം തന്നെ ബെസിലിയോമൈസിലും ആസ്കോമൈസിലും കാണപ്പെടുന്നുണ്ട്. അതിൽ നമുക്കറിയാം ആസ്പെർജില്ലസ്, പെനിസിലിൻ തുടങ്ങിയ ആസ്കോമൈസ് ഫംഗസുകളിലും ചില ബെസിലിയോമൈസ് ഫംഗസുകളിലും ഈ ഒരു പാരാസെക്ഷുവാലിറ്റി ലൈഫ് സൈക്കിൾ കാണാറുണ്ട്. അതായത് സെക്ഷൽ റീപ്രഷൻ ആബ്സെന്റ് ആണെങ്കിൽ അതിന് പകരം ന്യൂക്ലിയർ ഫ്യൂഷനും മിയോസിസും ആബ്സെന്റ് ആകുമ്പോൾ അതിന് പകരം കാണപ്പെടുന്ന ഒരു ലൈഫ് സൈക്കിളാണ് പാരാസെക്ഷുവാലിറ്റി. ഇതിനെ സൊമാറ്റിക് റീകോമ്പിനേഷൻസ് എന്നും അറിയപ്പെടുന്നു. പാരാസെക്ഷുവൽ ലൈഫ് സൈക്കിളിന്റെ പ്രത്യേകത, അതിന്റെ സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് ഫോർമേഷൻ ഓഫ് ഹെറ്ററോ കാരിയോട്ടിക് മൈസീലിയം. ഹെറ്ററോ കാരിയോട്ടിക് ആയിട്ടുള്ള ഡിഫറെന്റ് ന്യൂക്ലിയസ് ഉള്ള മൈസീലിയം ഫോം ചെയ്യുക. ദെൻ അതിലെ ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുക. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ്. അപ്പൊ രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മിയോസ് നടക്കാത്തതുകൊണ്ട് തന്നെ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്തുണ്ടാകുന്നു. പിന്നെ ഒക്കേഷണൽ മൈറ്റോട്ടിക് ക്രോസിംഗ് ഓവർ, പിന്നെ ക്രോസിംഗ് ഓവർ ഒക്കേഷണലി അവിടെ അതേ ഹൈറ്റിൽ തന്നെ ഒരു ക്രോസിംഗ് ഓവർ ഉണ്ടാവുകയും പിന്നെ സോർട്ടിംഗ് ഔട്ട് ഓഫ് ഡിപ്ലോയിഡ് ന്യൂക്ലിയർ, ആ ന്യൂക്ലിയർ സോർട്ട് ചെയ്യുകയും ഒക്കേഷണൽ ഹാപ്ലോയിഡൈസേഷൻ ഓഫ് ദ ഡിപ്ലോയിഡ് ന്യൂക്ലിയർ, അങ്ങനെ ഒരു ഡിപ്ലോയിഡ് ന്യൂക്ലിയർ വീണ്ടും ഒരു ഹാപ്ലോയിഡ് സ്റ്റേജ് ഉണ്ടാവുകയും അതിൽ നിന്ന് പുതിയ ഹാപ്ലോയിഡ് സ്ട്രെയിൻസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഹാപ്ലോയിഡ് ആയിട്ടുള്ള രണ്ട് ഹൈഫകൾ തമ്മിൽ ചേർന്ന് ഒരു കാരിയോട്ടിക് മൈസീൽ ഉണ്ടാവുകയും
അത് തമ്മിൽ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുകയും അത് ഡിപ്ലോയിഡ് സ്റ്റേജിലോട്ട് പോവുകയും പിന്നെ അതിലൊരു ക്രോസിംഗ് ഓവർ നടന്നിട്ട് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടാകുകയും അതിൽ നിന്ന് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടായി ഹാപ്ലോയിഡ് സ്ട്രെയിനുകൾ ഉണ്ടാകുന്നതാണ് പാരാസെക്ഷൽ ലൈഫ് സൈക്കിളിൽ കാണപ്പെടുന്നത്. ഓർക്കുക, ഇത് സെക്ഷൽ റീപ്രഷൻ ആബ്സെന്റ് ആയിട്ടുള്ള ഫംഗസുകളിൽ എസ്പെഷ്യലി ഡിറ്ററോമൈസിസിലാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. എന്നാൽ ചില അസ്കോമൈസിസിലും ഡെസിഡിയോമൈസിലും കാണപ്പെടും. ഇന്നത്തെ ക്ലാസ്സിൽ ഫംഗസുകളുടെ ജനറൽ ഫീച്ചേഴ്സും താലസ് സ്ട്രക്ചറും സെൽവാൾ സ്ട്രക്ചറും പാരാസെക്ഷുവാലിറ്റി ഹെട്രോതാലിസം ആൻഡ് റീപ്രഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.